നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കെപിസിസി ഭാരവാഹി പട്ടികയെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം മറനീക്കി പുറത്ത്. വിശ്വാസ സംരക്ഷണ ജാഥയുടെ പന്തളത്തെ സമാപനത്തിൽ പങ്കെടുക്കാതെ കെ മുരളീധരൻ ഗുരുവായൂരിലേക്ക്. നിർദ്ദേശിച്ച 2 പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രതിഷേധം. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് ക്ഷുഭിതനായി വി.ഡി. സതീശൻ. നെന്മാറ സജിത വധക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ആജീവനാന്തം ജയിൽ ശിക്ഷ. 3 വകുപ്പുകളിലായി ഇരട്ട ജീവപര്യന്തവും 3.25 ലക്ഷം പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന നിരീക്ഷണം. പ്രതി നന്നാകുമെന്ന് പ്രതീക്ഷയില്ലെന്നും സജിതയുടെ മക്കളുടെ പുനരധിവാസം ഉറപ്പാക്കണമെന്നും കോടതി. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തെരഞ്ഞെടുത്തു. ചാലക്കുടി ഏറന്നൂർ മനയിലെ ഇ.ഡി. പ്രസാദ് നമ്പൂതിരി ശബരിമല മേൽശാന്തി. കൊല്ലം മയ്യനാട് കൂട്ടിക്കട മുട്ടത്തുമഠം മനു നമ്പൂതിരി മാളികപ്പുറം മേൽശാന്തി. തുലാമാസ പൂജകൾക്ക് ശബരിമലയിൽ വൻ തിരക്ക്. ബുധനാഴ്ച രാഷ്ട്രപതിയോടൊപ്പം ഗവർണറും ഭാര്യയും ദർശനം നടത്തും. 22 ഭക്തർക്ക് പൂർണ്ണ നിയന്ത്രണം. ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് ദേവസ്വം പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത്. സംസ്ഥാനത്ത് കനത്ത മഴ. ഇടുക്കിയിൽ ഉരുൾപൊട്ടലിൽ ഏക്കർ കണക്കിന് കൃഷിനാശം. മുല്ലപ്പെരിയാറിന്റെ ഷട്ടറുകൾ തുറന്നു. പെരിയാർ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. 42 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. നെടുങ്കണ്ടത്ത് ട്രാവലർ ഉൾപ്പെടെ ഒട്ടേറെ വാഹനങ്ങൾ ഒഴുകിപ്പോയി. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ശബരിമല സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ ബാംഗ്ലൂരിലെ 5-അംഗ സംഘമെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി. 2ാമത്തെ കേസിൽ പോറ്റിയുടെ അറസ്റ്റുടൻ. ചെന്നൈയിലും ഹൈദരാബാദിലും എത്തിച്ച് തെളിവെടുക്കും. മുഖ്യസൂത്രധാരൻ മുരാരി ബാബുവിനെയും കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. പാക് അഫ്ഗാൻ അതിർത്തിയിലെ ഉർഗുനിൽ പാക് വ്യോമാക്രമണം. 3 അഫ്ഗാൻ ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ 8 പേർ കൊല്ലപ്പെട്ടു. മരിച്ചത് കബീർ, സിക്വത്തുള്ള, ഹാറൂൺ എന്നീ താരങ്ങൾ. ത്രിരാഷ്ട്ര T20 പരമ്പരയിൽ നിന്ന് പിന്മാറി അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. വിശദമായ വാർത്തകളിലേക്ക്. കെപിസിസി ഭാരവാഹി പട്ടികയെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം മറനീക്കി പുറത്ത്. കെപിസിസിയുടെ വിശ്വാസ സംരക്ഷണ ജാഥയുടെ പന്തളത്തെ സമാപനത്തിൽ പങ്കെടുക്കാതെ കെ മുരളീധരൻ ഗുരുവായൂരിലേക്ക്. നിർദ്ദേശിച്ച 2 പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിലാണ് പ്രതിഷേധം. സമവായ ശ്രമങ്ങൾക്കിടെ പുനഃസംഘടനയിലെ അതൃപ്തി സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് വി.ഡി. സതീശൻ ക്ഷുഭിതനായി. രാവിലെ ജാഥയൊന്നുമില്ല. പിന്നെ നിങ്ങൾ അദ്ദേഹം ഗുരുവായൂർ എല്ലാ 1-ാം തീയതിയും പോകുന്ന ആളാണ്. അദ്ദേഹം പോയി. നിങ്ങൾക്ക് ഇതൊക്കെയല്ലേ വേറെ വാർത്തയെന്ന് എന്തെല്ലാം കാര്യങ്ങൾ രാജ്യത്ത് എന്തെന്ന് നിങ്ങൾക്ക് വേറെ യാതൊരു ജോലിയില്ല. രാവിലെ ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട. ഇത്രയും ചോദ്യം അതൊന്നും ഈ ചോദ്യം ഒന്നും എന്നോട് ചോദിക്കണ്ട. നിങ്ങൾ വെറുതെ രാവിലെ കോൺഗ്രസിന്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചോണ്ട് കോൺഗ്രസിലും എല്ലാവരും ഉണ്ടാ വല്ല ഇതൊക്കെ ഉണ്ടാകുന്നു. അതൊന്നും അല്ല. അന്ന് എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണ്ട. ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല എന്ന് പറഞ്ഞല്ലോ. ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. വെറുതെ ഇല്ലാത്ത വിഷയം ഊതിപ്പെരിപ്പിച്ച് കോൺഗ്രസിൽ വലിയ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഭാഗമാണ്. അത് വേണ്ട, എൻ്റെ അടുത്ത് വേണ്ട. ഞാൻ അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല. വേറെ വല്ലതുകൊണ്ടേ പറയും. വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞല്ലോ. ഈ ചോദ്യത്തിന് മറുപടി അർഹിക്കുന്നില്ല. ഞാൻ നിങ്ങളെ കാണുന്നില്ല. അൻഫിൽ ഡിസൂസ ചേരുകയാണ്. അൻഫിൽട്ട്, 4 മേഖലാ ജാഥകളിൽ കാസർഗോഡ് നിന്ന് നയിക്കുന്ന ജാഥയുടെ ക്യാപ്റ്റനാണ് കെ മുരളീധരൻ. മുരളീധരൻ മാറി നിൽക്കുമ്പോൾ നേതൃത്വം കടുത്ത പ്രതിരോധത്തിലാവുകയല്ലേ? ആ ഒരു രോഷം തന്നെയല്ലേ നമ്മളിപ്പോൾ ഈ ഒരു വി.ഡി. സതീഷിന്റെ പ്രതികരണത്തിലൂടെ കണ്ടത്? തീർച്ചയായും ശ്രീജ, നേരത്തെ ചാണ്ടിയും ഷമാ മുഹമ്മദും ഒക്കെ പ്രതിഷേധം വിയോജിപ്പ് പ്രകടിപ്പിച്ചെങ്കിലും അതുപോലെയല്ല കെ മുരളീധരൻ. കാരണം ഏറ്റവും മുതിർന്ന നേതാവാണ്. അതായത് കെപിസിസിയുടെ മുൻ പ്രസിഡന്റാണ്. അങ്ങനെ ഉയർന്ന പദവിയിലൊക്കെ ഇരിക്കുന്ന ഒരു നേതാവിന്റെ ഭാഗത്തു നിന്നാണ് ഈ വിയോജിപ്പ്. അതും ഈ ഒരു നിർണായക സമയമാണ്. ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ അയ്യപ്പ സംഗമം നടത്തി സർക്കാരിന്റെ വലിയ രീതിയിൽ ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പോലും പ്രതിഷേധം സംഘടിപ്പിക്കുന്ന സമയത്താണ് വിശ്വാസ സംരക്ഷണ ജാഥ എന്ന രീതിയിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് വലിയ രീതിയിലാണ് പരിപാടി നടത്തുന്നത്. അതിന്റെ 4 മേഖലകളായി തിരിക്കുന്നു. 4 ഏറ്റവും പ്രമുഖ സംസ്ഥാന നേതാക്കൾ 4 മേഖലയിലെ ജാഥ ക്യാപ്റ്റന്മാരായി നിയോഗിച്ച് ജാഥ നടത്തി വരുമ്പോൾ
അതിൽ ഒരു ക്യാപ്റ്റനാണ്, ഒരു ജാഥയുടെ ക്യാപ്റ്റൻ കാസർഗോഡ് നിന്ന് കെ മുരളീധരൻ നയിക്കുന്നു. അദ്ദേഹം തന്നെ ഇന്ന് സമാപന വേളയിൽ പന്തളത്ത് നടക്കുന്ന സമാപനത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു. അത് പ്രധാനമായും മുന്നോട്ട് വെച്ച 2 പേരുകൾ ഭാരവാഹി പട്ടികയിൽ നിന്ന് ഒഴിവായി. 2 പേരെയും പരിഗണിച്ചില്ല. ഒന്ന് മര്യാദം ശ്രീകുമാർ തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹം വളരെ കാലമായി കർണാടക കാലം മുന്നേ ഈ കെ മുരളീധരനുമായിട്ട് അത്രയേറെ അടുപ്പമുള്ള നേതാവാണ്. നിലവിൽ കെ പി സി ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ പുതിയ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. മറ്റൊന്ന് എറണാകുളത്തുള്ള ഒരു കെ എം ഹാരിസ്, ന്യൂനപക്ഷ വിഭാഗത്തെ പ്രതിനിധീകരിച്ച് അദ്ദേഹത്തിന്റെ പേര് കെ മുരളീധരൻ മുന്നോട്ട് വെച്ചിരുന്നു. ഈ 2 പേരെയും ഒഴിവാക്കി. അതൊരു വിയോജിപ്പും അമർഷവുമാണ് ഈ നിർണായക സമയത്ത് ജാഥയിൽ പങ്കെടുക്കാതെ അദ്ദേഹം മാറി നിൽക്കുന്നത്. തൃശൂർ ഗുരുവായൂരപ്പുണ്ട്. അവിടെ നിന്ന് വൈകിട്ടത്തെ ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങുമെന്നാണ് ഏറ്റവും അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതേസമയം മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. മറ്റൊരു ഭാഗത്ത് ജാഥ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമം വളരെ സജീവമായി ചില നേതാക്കളുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ ജാഥയിൽ സംഗമത്തിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുക, അല്ലെങ്കിൽ മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്തയാക്കി ചർച്ചയാക്കി ചെയ്യുമ്പോൾ വീണ്ടും കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിലാവുകയാണ്. അതിന്റെ ഒരു ബാക്കിപത്രം തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും കണ്ടത്. തീർച്ചയായും KPCC ഭാരവാഹി പട്ടികയെ ചൊല്ലി കോൺഗ്രസിലെ തർക്കം മറനീക്കി പുറത്തുവരികയാണ്. കടുത്ത നിലപാടുമായി കെ മുരളീധരൻ കൂടി രംഗത്തെത്തിയതോടുകൂടി നേതൃത്വം പ്രതിരോധത്തിലായിരിക്കുകയാണ്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു അൻഫ്ലിറ്റ് ഡിസൂസ. അതേസമയം ശബരിമല ആചാര സംരക്ഷണ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ KPCCയുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആരംഭിച്ച വിശ്വാസ സംരക്ഷണ യാത്ര ഇന്ന് പന്തളത്ത് സംഗമിക്കും. വൈകുന്നേരം 3 മണിക്ക് കാരക്കാട് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് പദയാത്രയായിട്ടാണ് പന്തളം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ആയിരക്കണക്കിന് പ്രവർത്തകരെയും വിശ്വാസികളെയും അണിനിരത്തി വലിയൊരു പൊതുസമ്മേളനമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ജലനിരപ്പ് 137 അടിക്ക് മുകളിലായതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ 8 ഷട്ടറുകൾ തുറന്നു. സെക്കൻഡിൽ 3763 ഘനയടി വെള്ളം പെരിയാറ്റിലേക്ക് ഒഴുക്കുന്നു. ഇടുക്കിയിൽ ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്ന് വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇന്നലെ രാത്രി ഇടുക്കിയിൽ അതിതീവ്ര മഴയാണ് ഉണ്ടായത്. കട്ടപ്പന അമ്പലക്കവലയിൽ ഉരുൾപൊട്ടി ഏക്കർ കണക്കിന് കൃഷിഭൂമി ഒലിച്ചുപോയി. കട്ടപ്പനയാർ കരകവിഞ്ഞ് നിരവധി വീടുകളിൽ വെള്ളം കയറി. വീടിൻ്റെ സിറ്റൗട്ടിൽ വെള്ളം കയറി നിൽക്കുന്നു. പുറത്ത് മുറ്റം മൊത്തം ടൈലിൽ മൊത്തം ഒരു അരയടി കനത്തിൽ ചെളി വന്ന് അണിഞ്ഞ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എൻ്റെ വീടിൻ്റെ സൈഡിലുള്ള ഒരു മതിൽ അത് ഇടിച്ച് ആണ് വെള്ളം അകത്തേക്ക് കയറിയത്. കുമളിയിൽ വീടിനുള്ളിൽ കുടുങ്ങിയ 5 പേരെ രക്ഷപ്പെടുത്തി. 42 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. നെടുങ്കണ്ടത്ത് ട്രാവലർ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയി. ജലനിരപ്പ് 137 അടിക്ക് മുകളിലായതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ 8 ഷട്ടറുകൾ ഉയർത്തി. സെക്കൻഡിൽ 3763 ഘനയടി വെള്ളം പെരിയാറ്റിലേക്ക് ഒഴുക്കുന്നു. പെരിയാർ തീരത്ത് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴയുടെ ശക്തി കുറഞ്ഞതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അമൃത ന്യൂസ്, ഇടുക്കി. സംസ്ഥാനത്ത് തുലാപ്പെയ്ത്ത് തുടരുന്നു. നിലവിൽ 9 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വ്യാഴാഴ്ച വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ടുള്ളത്. മലയോര മേഖലകളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. കേരള, കർണാടക തീരങ്ങളിലും അതിനോട് ചേർന്ന പ്രദേശങ്ങളിലും ചൊവ്വാഴ്ച വരെ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. തെക്ക് കിഴക്കൻ അറബിക്കടലിലെ ചക്രവാത ചുഴി നാളെയോടെ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. ഇതോടെ സംസ്ഥാനത്ത് മഴ കൂടുതൽ കനക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാലക്കാട് നെന്മാറ സജിത കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കൊലപാതകം, അതിക്രമിച്ചു കടക്കൽ എന്നീ കുറ്റങ്ങൾക്കാണ് ഇരട്ട ജീവപര്യന്തം വിധിച്ചത്. ജീവപര്യന്തത്തിന് പുറമെ 5 വർഷം തടവും 3.25 ലക്ഷം രൂപ
പിഴയും ഒടുക്കണമെന്നും കോടതി വിധിയുണ്ട്. സജിത കൊലക്കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. 2019 ഓഗസ്റ്റ് 31 പാലക്കാട് നെന്മാറ സ്വദേശിയായ സജിതയെ ചെന്താമര വീട്ടിൽ അതിക്രമിച്ചു കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. തന്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽവാസിയായ സജിതയാണെന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണം. ഈ കേസിലാണിപ്പോൾ പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊലപാതകം, അതിക്രമിച്ചു കടക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾക്കാണ് ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തവും 3.25 ലക്ഷം രൂപ പിഴയും 5 വർഷം തടവും വിധിച്ചത്. സജിത കൊലപാതകം അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം. വിധിയിൽ തൃപ്തരാണെന്ന് സജിതയുടെ കുടുംബവും പ്രോസിക്യൂട്ടറും പ്രതികരിച്ചു. എന്നാലും കോടതി ഡബിൾ ലൈഫ് കൊടുത്തിട്ടുണ്ട്. 2 വകുപ്പിലായിട്ട് 449 ലൈഫ് കൊടുത്തു, 302 ലൈഫ് കൊടുത്തു, 201 5 ഇയേഴ്സും കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഈ കേസ് സംബന്ധിച്ചോളം. പിന്നെ ബാക്കിയുള്ള ഡെത്ത് കണക്കാക്കാൻ പറ്റില്ല എന്ന് കോടതി വേറെ ഒന്ന് പറയാൻ കാരണം വെച്ചാൽ അടുത്ത് വരാൻ പോണ കേസിൽ അയാൾ കുറ്റക്കാരനെന്ന് കാണാതെ ഈ കേസിൽ തന്നെ ഒരു മുൻവിധിയോട് എടുത്തിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അയാൾക്ക് ഡെത്ത് പെനാൽറ്റീന് കൊടുക്കാതിരുന്നത്. പരമാവധി ശിക്ഷ നൽകണമെന്നതായിരുന്നു ഇവരുടെ ആവശ്യം. ചെന്താമരയുടെ മാനസിക നില ഭദ്രമാണ്. സ്വഭാവം നന്നാകുമെന്നതിൽ പ്രതീക്ഷയില്ല. അതുകൊണ്ട് തന്നെ പരോൾ അനുവദിക്കുന്ന സാഹചര്യമുണ്ടായാൽ ഇരകൾക്കും സാക്ഷികൾക്കും സുരക്ഷ ഉറപ്പാക്കണം. സജിതയുടെ മക്കൾക്ക് നഷ്ടപരിഹാരം നൽകണം തുടങ്ങിയ നിരീക്ഷണങ്ങളും കോടതി മുന്നോട്ട് വച്ചു. കേസിൽ 68 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ പ്രതി ചെന്താമരയുടെ ഭാര്യ, സഹോദരൻ, കൊല്ലപ്പെട്ട സജിതയുടെ മകൾ ഉൾപ്പെടെ 44 പേരെ പ്രോസിക്യൂഷൻ സാക്ഷികളായി വിസ്തരിച്ചു. കേസിൽ 2020 കുറ്റപത്രം സമർപ്പിച്ചത്. 2025 ഓഗസ്റ്റ് 4 സാക്ഷി വിസ്താരം ആരംഭിച്ചു. ശിക്ഷയിൽ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകമായത്. ചെന്താമരയുടെ ചോര പുരണ്ട കാലടിപ്പാടുകളും പോക്കറ്റുമാണ് സുപ്രധാന തെളിവായത്. സജിത കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര 2025 ജനുവരി 27 സജിതയുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്തിയത്. ഈ കേസിൽ ചെന്താമര റിമാൻഡിലാണ്. അമൃത ന്യൂസ്, പാലക്കാട്. ചാലക്കുടി സ്വദേശി ഇ.ഡി. പ്രസാദ് ശബരിമല മേൽശാന്തി. കൊല്ലം മയ്യനാട് സ്വദേശി മനു നമ്പൂതിരി നറുക്കെടുപ്പിലൂടെ മാളികപ്പുറം മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ശബരിമല മേൽശാന്തിയായി 14 പേരുടെയും മാളികപ്പുറം മേൽശാന്തിയായി 13 പേരുടെയും പേരുകളാണ് നറുക്കിട്ടത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ശബരിമല ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. രാവിലെ ശ്രീകോവിലിന് മുന്നിൽ നടന്ന നറുക്കെടുപ്പിൽ 8ാമതായി എടുത്ത പ്രസാദിന്റെ പേരിനൊപ്പമാണ് മേൽശാന്തി എന്ന നറുക്ക് എടുത്തത്. പന്തളം കൊട്ടാരത്തിൽ നിന്നുമുള്ള ഇളമുറക്കാരൻ കശ്യപ് വർമ്മയാണ് ശബരിമല മേൽശാന്തി നറുക്ക് എടുത്തത്. 14 പേരുടെ പേരുകളാണ് ശബരിമല മേൽശാന്തിമാരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. കൊല്ലം മയ്യനാട് സ്വദേശി മനു നമ്പൂതിരിയാണ് മാളികപ്പുറം മേൽശാന്തി. 7ാമതായി എടുത്ത മനു നമ്പൂതിരിയുടെ പേരിനൊപ്പമാണ് മാളികപ്പുറം മേൽശാന്തി നറുക്ക് വീണത്. പന്തളം കൊട്ടാരത്തിൽ നിന്നുമുള്ള മൈഥിലി കെ വർമ്മയാണ് മാളികപ്പുറം മേൽശാന്തിയെ തെരഞ്ഞെടുത്തത്. ഇത് 2ാം തവണയാണ് മനു നമ്പൂതിരി മാളികപ്പുറം മേൽശാന്തിയാകുന്നത്. 13 പേരുടെ ലിസ്റ്റിൽ നിന്നുമാണ് മാളികപ്പുറം മേൽശാന്തിയുടെ പേര് നറുക്കു വീണത്. പേരുകളടങ്ങിയ വെള്ളിക്കുടങ്ങൾ ഇരു ശ്രീകോവിലുകളിലും പൂജിച്ച ശേഷമാണ് നറുക്കെടുപ്പ് നടന്നത്. വരുന്ന വൃശ്ചിക പുലരി മുതൽ 1 വർഷക്കാലം ഇവർ രണ്ടുപേരുമാകും ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരായി ക്ഷേത്രത്തിൽ ഉണ്ടാവുക. അതേസമയം 22ാം തീയതി ദർശനത്തിനായി എത്തുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ശബരിമലയിൽ പുരോഗമിക്കുകയാണ്. കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് നിലയ്ക്കലിലും പമ്പയിലും ശബരിമലയിലുമായി ഒരുക്കിയിരിക്കുന്നത്. ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് അസൌകര്യം ഉണ്ടാകാത്ത വിധമാണ് രാഷ്ട്രപതിയുടെ സന്ദർശനമെന്നും രാഷ്ട്രപതി മടങ്ങിയതിനു ശേഷം അയ്യപ്പ ഭക്തർക്ക് ദർശന സൌകര്യം ഒരുക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഇനി 22ാം തീയതിയോടുകൂടി ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ശബരിമലയിലേക്ക് വരികയാണ്. അതിന്റെ എല്ലാവിധമായ സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചുകൊണ്ട്, എല്ലാ ആചാരക്രമങ്ങളും പാലിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഈ ദർശനം പൂർത്തിയാക്കി മടങ്ങും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ക്രിസ്ത്യൻ ദർശനം ഇവിടെ 1 മണിക്കാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തുലാമാസ പുലരിയിലും അയ്യപ്പ ഭക്തരുടെ വലിയ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, സന്നിധാനം. ശബരിമല മേൽശാന്തി നിയോഗത്തിൽ സന്തോഷമെന്ന വാസപുരം ഏറന്നൂർ മനയിലെ പ്രസാദ് നമ്പൂതിരി. വിവാദങ്ങൾക്കൊന്നും ശബരിമലയുടെ ശോഭ കെടുത്താനാകില്ല. ശബരിമലയിലേക്ക് ഇനിയും ഭക്തജന പ്രവാഹം ഉണ്ടാകുമെന്നും പ്രസാദ് നമ്പൂതിരി പറഞ്ഞു. ആഗ്രഹിച്ചിരുന്നു, നല്ലോണം ആഗ്രഹിച്ചിരുന്നു. എനിക്ക് കിട്ടണം, അത് ഈ 14 പേരും ആഗ്രഹിക്കും, എനിക്ക് കിട്ടണം. ഞാനും അതേപോലെ ആഗ്രഹിച്ചു, അത്രയേ ഉള്ളൂ. 3 തവണ വന്നിരുന്നു. ആദ്യത്തെ തവണ നറുക്കെടുത്തില്ല, 2ാമത്തെ തവണ നറുക്കെടുത്തു, മേൽശാന്തി ഉണ്ടായിരുന്നില്ല. 3ാമത്തെ തവണയിലാണ് മേൽശാന്തിയും പേരും കൂടി വന്നത്. 3ാമത്തെ തവണയാണ്.
ആഗ്രഹിച്ചത് ഈശ്വരാനുഗ്രഹത്താൽ സഫലമായി എന്ന് നിയുക്ത മാളികപ്പുറം മേൽശാന്തി MG മനു നമ്പൂതിരി പ്രതികരിച്ചു. 6 വർഷമായി താൻ അപേക്ഷ നൽകുന്നുണ്ട്. 4 തവണ ലിസ്റ്റിലുണ്ടായിരുന്നു. ഇപ്പോഴാണ് നറുക്ക് വീണതെന്നും അദ്ദേഹം പറഞ്ഞു. ഭാഗ്യം തന്നെയായിട്ടാണ് തീർച്ചയായിട്ടും കരുതുന്നത്. മഹാസൗഭാഗ്യം. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇതിൽ പെടുന്നത്. ഞാൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, നറുക്കിൽ വരുന്നത് ആദ്യമായിട്ട്. 4 പ്രാവശ്യം കൊണ്ട് ലിസ്റ്റിൽ വരുന്നുണ്ട്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർണായക മൊഴി പുറത്ത്. സ്വർണ്ണക്കടത്തിന് പിന്നിൽ ബാംഗ്ലൂരിലെ 5-അംഗ സംഘം എന്ന് പോറ്റി. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളും. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ബാംഗ്ലൂരിലെ 5-അംഗ സംഘമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ മറ്റുള്ളവരാണ് ലാഭമുണ്ടാക്കിയിട്ടുള്ളതെന്നും തനിക്ക് വലിയ നേട്ടമുണ്ടായിട്ടില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകി. ദേവസ്വം വിജിലൻസിന് ആദ്യം തെറ്റായ മൊഴി നൽകിയത് ബാംഗ്ലൂരിലെ ഗൂഢസംഘം നൽകിയ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നും കൽപേഷ് ഈ സംഘത്തിലെ ആളാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നു. ബാംഗ്ലൂർ സംഘത്തിന് പിന്നിൽ വലിയ ആളുകളുണ്ട്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് ഗൂഢാലോചനയെങ്കിലും കേരളത്തിൽ നിന്നുള്ള വളരെ സുപ്രധാനമായ വ്യക്തികളുടെ പേരും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് വിവരം. അവരിലേക്കും അന്വേഷണം നീളും. ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിലുള്ള 14 ദിവസം കൊണ്ട് പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനാണ് SITയുടെ ശ്രമം. അതേസമയം ശബരിമലയിലെ കട്ടിളപ്പാളികളിൽ നിന്നും സ്വർണം നഷ്ടമായ കേസിൽ ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. നിലവിൽ ദ്വാരപാലക ശില്പങ്ങളിലെയും വശങ്ങളിലെ തകിടുകളിലെയും 2 കിലോ സ്വർണം കവർന്നെന്ന കേസിലാണ് നടപടിയെടുത്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ പോറ്റിയെ ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഇതിനൊപ്പം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല വിഷയത്തിൽ വമ്പൻ സ്രാവുകളെ സംരക്ഷിച്ച് പരൽമീനുകളെ പിടികൂടുന്നുവെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വൈകിപ്പിച്ചത് വമ്പൻ സ്രാവുകളിലേക്കുള്ള തെളിവ് നശിപ്പിക്കാനാണെന്നും അദ്ദേഹം ആരോപിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കേസന്വേഷണം വമ്പൻ സ്രാവുകളെ രക്ഷിക്കാനും ഏതാനും ചില ഉദ്യോഗസ്ഥന്മാരെയും പരൽ മീനുകളെയും പ്രതിയാക്കി കേസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. വിവാദത്തിന്റെ പേരിൽ കൊച്ചിയിലെ സെന്റ് റീത്ത സ്കൂളിൽ നിന്ന് TC വാങ്ങുന്ന കുട്ടിക്ക് സംസ്ഥാനത്തെ ഏത് സ്കൂളിലും അഡ്മിഷൻ ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സർക്കാരിനെ സമീപിച്ചാൽ കേരളത്തിലെ ഏത് സ്കൂളിൽ ചേരണമെന്ന് കുട്ടി ആവശ്യപ്പെട്ടാലും പ്രത്യേക ഉത്തരവിലൂടെ അഡ്മിഷൻ ലഭ്യമാക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കും. കുട്ടിക്ക് ശാരീരികമായും മാനസികമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കൊച്ചിയിലെ സെന്റ് റീത്ത സ്കൂളിൽ ഒരു കുട്ടിയുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഇനി ആവർത്തിച്ച് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കുട്ടിയുടെ അച്ഛൻ ആ സ്കൂളിൽ നിന്ന് TC വാങ്ങുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ TC നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് ഒരു കുട്ടി പോലും ഒരു സ്കൂളിൽ പ്രവേശനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ കുട്ടി ഗവൺമെൻറ്റിനെ സമീപിച്ചാൽ ആ കുട്ടിക്ക് കേരളത്തിലെ ഏത് സ്കൂളിൽ വേണമെങ്കിലും പ്രത്യേക ഉത്തരവ് കൊടുത്ത് അഡ്മിഷൻ വാങ്ങിക്കൊടുക്കും. വോട്ട് ബാങ്കിന് വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയുന്നുവെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ. ഇത് ആസൂത്രിത നീക്കമാണ്. ഹിജാബ് പ്രശ്നം ഉയർത്തുന്നത് മത തീവ്രവാദികളാണെന്നും പോപ്പുലർ ഫ്രണ്ടിന് മുൻപിൽ കോൺഗ്രസ് MPമാർ മുട്ടുമടക്കുന്നുവെന്നും K. സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു. വോട്ട് ബാങ്കിന് വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശിവൻകുട്ടി ഏറ്റവും ചുരുങ്ങിയത് ഈ കാര്യത്തിൽ മുമ്പുള്ള കോടതി വിധികൾ പരിശോധിക്കണ്ടേ? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും മറ്റ് നിരവധി കോടതികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവരുടെ യൂണിഫോം നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിഷയത്തിൽ ഹൈബി ഈഡൻ MPക്കെതിരെ കാന്തപുരം മുഖപത്രം. മധ്യസ്ഥവേഷം ചമഞ്ഞ MP പ്രശ്നത്തിൽ വിദ്യാർത്ഥിനിയെയും രക്ഷിതാക്കളെയും കുറ്റക്കാരാക്കി ചിത്രീകരിക്കുകയും സ്കൂൾ അധികൃതരുടെ വർഗീയ നിലപാട് അവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുമാണ് സിറാജ് പത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. വിദ്യാർത്ഥിനി ശിരോവസ്ത്രം അണിഞ്ഞു വരുന്നത് നാട്ടിൽ സമാധാനം തകർക്കാൻ ഇടയാക്കുമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കടുത്ത സമ്മർദ്ദത്തിലൂടെ കുട്ടിയെയും രക്ഷിതാവിനെയും ശിരോവസ്ത്രം അണിയാതെ സ്കൂളിൽ വരാമെന്ന് സമ്മതിപ്പിച്ച ശേഷം താൻ ഇടപെട്ട് പ്രശ്നം രമ്യമായി പരിഹരിച്ചു എന്ന പ്രസ്താവനയുമായി രംഗത്ത് വരികയും ചെയ്തു. ഇത്തരമൊരു പക്ഷപാത നിലപാടല്ല ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയിൽ നിന്നും മുസ്ലിം സമൂഹവും മതേതര വിശ്വാസികളും പ്രതീക്ഷിച്ചത് എന്നും വെറുപ്പിന്റെ പഠനശാലകളോ എന്ന ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു.
മൈക്ക് ലഭിച്ചാൽ എന്തും വിളിച്ചു പറയുന്ന മന്ത്രിയാണ് KB ഗണേഷ് കുമാർ എന്ന M വിൻസെന്റ് MLA. KSRTC കുപ്പി വിവാദത്തിലെ കോടതി ഇടപെടൽ ഗതാഗത മന്ത്രിയുടെ ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മന്ത്രി മൈക്ക് കിട്ടിയാൽ എന്തും വിളിച്ചു പറയുകയാണ്. മാധ്യമങ്ങളും മൈക്കിൻ്റെയും മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് നാടകങ്ങളിലും സിനിമകളിലുമൊക്കെ നന്നായിരിക്കും. മന്ത്രിയുടെ ശ്രദ്ധയെല്ലാം ഈ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. ഇന്നലെ ഞങ്ങളുടെ യൂണിയനെതിരെ പറയുന്നു. അധികാര ദുർവിനിയോഗമെന്ന് കോടതി പോലും കണ്ടെത്തിയ വിഷയത്തിൽ ഞങ്ങൾ പ്രതികരിക്കേണ്ടേ? മന്ത്രിക്ക് സ്വേച്ഛാധിപത്യപരമായി എന്തും ചെയ്യാൻ ഉള്ള ഇടമാണോ ഇത്? ഈ ജനാധിപത്യ ഭരണകൂടം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ക്രൈസ്തവ സഭയുടെ ചില സ്ഥാപനങ്ങൾ വർഗീയവൽക്കരിക്കപ്പെടുന്നുവെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. തട്ടവും പൊട്ടുമിട്ട ഒരുപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയ പാരമ്പര്യമാണ് ക്രൈസ്തവ സഭകൾക്കുള്ളതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കേരളത്തിൽ നിരവധി ക്രൈസ്തവ സഭകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തട്ടമിട്ടുകൊണ്ട് തന്നെ പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്, മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷെ സമീപകാലത്ത് കേരളത്തിലെ കാസ പോലെയുള്ള പ്രസംഗികളായിട്ടുള്ള ചിലർ ചേർന്ന് വർഗീയവൽക്കരിക്കാൻ ക്രൈസ്തവ സഭകൾക്കിടയിൽ വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ലീഗുകാരൻ എന്ന നിലക്ക്, ഈ നാട്ടിലെ മതേതര വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ആശങ്ക എന്താണ്? ഇത്രയും കാലം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം ചൂടുപിടിക്കുന്നു. ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനായി 1250-ലധികം സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. മഹാസഖ്യത്തെ കടന്നാക്രമിക്കുകയാണ് BJP. ജംഗൽ രാജിലേക്ക് തിരിച്ചുപോകാൻ ബീഹാറിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് BJP നേതാക്കൾ പറയുന്നു. അതേസമയം സീറ്റ് വിഭജനം പൂർത്തിയായില്ലെങ്കിലും മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവിനെ ഉയർത്തിക്കാട്ടിയാണ് കോൺഗ്രസ് പ്രചാരണം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ നടപടികൾ പൂർണ്ണമായും അവസാനിക്കാൻ ഇനി 3 ദിവസം മാത്രമാണ് ബാക്കി. രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 122 മണ്ഡലങ്ങളിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ബീഹാർ എത്തിക്കഴിഞ്ഞു. കൂടുതൽ ദേശീയ നേതാക്കൾ ഇരു മുന്നണികൾക്കുമായി ബീഹാറിലേക്ക് എത്തുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് NDAയുടെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത്. സീറ്റ് വിഭജനം പൂർത്തിയാക്കി പ്രചാരണത്തിൽ ഒരുപടി മുന്നിലാണ് NDA സഖ്യം. പ്രതിപക്ഷം അധികാരത്തിലേക്കെത്തിയാൽ ബീഹാർ വീണ്ടും ജംഗൽ രാജിലേക്ക് പോകുമെന്നാണ് BJP പ്രചാരണം. വഞ്ചകരുടെയും കൊള്ളക്കാരുടെയും തന്ത്രങ്ങൾക്ക് മുന്നിൽ ബീഹാറിലെ ജനങ്ങൾ ഇനി വീഴില്ലെന്ന് അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നു. അതേസമയം സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കഴിയാത്തത് മഹാസഖ്യത്തിന് തിരിച്ചടിയാണ്. 135 സീറ്റിൽ RJDയും 60 സീറ്റിൽ കോൺഗ്രസും എന്നുള്ളതാണ് പ്രാഥമിക ധാരണ. സീറ്റ് വിഭജനം പൂർത്തിയാക്കാതെ തന്നെയാണ് ഒന്നാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക പാർട്ടികൾ സമർപ്പിച്ചത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 122 മണ്ഡലങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി തിങ്കളാഴ്ച അവസാനിക്കും. അതിനുള്ളിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയില്ലെങ്കിൽ ചെറു പാർട്ടികൾ ഒറ്റയ്ക്ക് മത്സരിക്കുകയോ മുന്നണി വിടുകയോ ചെയ്യുമെന്നുള്ളതാണ് കോൺഗ്രസിനെയും RJDയെയും ആശങ്കയിലാക്കുന്നത്. ഇടത് പാർട്ടികൾ 30 സീറ്റിലും മുകേഷ് സഹാനിയുടെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി 16 സീറ്റിലും മത്സരിക്കുമെന്നാണ് സൂചന. 2 സീറ്റുകൾ JMന് നൽകും. സീറ്റ് വിഭജനം പൂർത്തിയായില്ലെങ്കിലും പ്രചാരണം ശക്തമാക്കി മുന്നോട്ട് പോവുകയാണ് പ്രതിപക്ഷ സഖ്യം. മഹാസഖ്യത്തിന്റെ മുഖ്യ സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവിനെയാണ് കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നത്. കൂടുതൽ ദേശീയ നേതാക്കളും ബീഹാറിലേക്കെത്തും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷം രൂക്ഷം. പാക് വ്യോമാക്രമണത്തിൽ 3 അഫ്ഗാൻ ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ 8 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരോടുള്ള ആദരസൂചകമായി വരാനിരിക്കുന്ന ത്രിരാഷ്ട്ര T20 പരമ്പരയിൽ നിന്ന് പിന്മാറുന്നതായി അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പ്രഖ്യാപിച്ചു. കബീർ, സിഗ്ബതുള്ള, ഹാരൂൺ എന്നീ താരങ്ങളാണ് കൊല്ലപ്പെട്ടത്. പാകിസ്ഥാൻ ഭരണകൂടം നടത്തിയ ഭീരുത്വം നിറഞ്ഞ ആക്രമണമെന്നാണ് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇതിനെ വിശേഷിപ്പിച്ചത്. അടുത്ത മാസം നടക്കാനിരിക്കുന്ന പാകിസ്ഥാനും ശ്രീലങ്കയ്ക്കുമെതിരായ ത്രിരാഷ്ട്ര പരമ്പരയുടെ ഭാഗമാകാൻ വേണ്ടി പാകിസ്ഥാൻ അതിർത്തിയിലെ ഉർഗുനിൽ നിന്നും ഷാരണിലേക്ക് സഞ്ചരിക്കവെയായിരുന്നു ആക്രമണം. അഫ്ഗാൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ റാഷിദ് ഖാൻ പാകിസ്ഥാന്റെ ക്രൂര നടപടി അപലപിച്ച് രംഗത്തെത്തി. പരമ്പരയിൽ നിന്നും മാറി നിൽക്കാനുള്ള തീരുമാനത്തെയും ക്യാപ്റ്റൻ സ്വാഗതം ചെയ്തു. ലോകവേദികളിൽ തങ്ങളുടെ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യണമെന്നാഗ്രഹിച്ച യുവ ക്രിക്കറ്റ് താരങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ എന്നിവരുടെ ജീവൻ അപഹരിച്ച ആക്രമണമാണ് നടന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നവംബർ 5 മുതൽ 29 വരെ ലാഹോറിലും റാവൽപിണ്ടിയിലും വെച്ച് നടക്കാനിരിക്കുന്ന ത്രിരാഷ്ട്ര പരമ്പരയിൽ ശ്രീലങ്കയ്ക്കൊപ്പം അഫ്ഗാനിസ്ഥാനും പങ്കെടുക്കാൻ ഷെഡ്യൂൾ ചെയ്തിരുന്നു. ക്രിക്കറ്റ് താരങ്ങളെ കൂടാതെ മറ്റ് 5 പേരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്.
കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ അഫ്ഗാനെ ലക്ഷ്യമിട്ട് നിരവധി വ്യോമാക്രമണം നടത്തിയെന്ന് അഫ്ഗാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉർഗുനിലെയും ബർമാലിലെയും സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലമാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് എന്നാണ് അഫ്ഗാൻ മാധ്യമങ്ങൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടർന്ന് മഹാരാഷ്ട്ര ഇപ്പോൾ 2 വിക്കറ്റിന് 154 റൺസ് എന്ന നിലയിലാണ് 51 റൺസ് എടുത്ത നിലയിലാണ് മഹാരാഷ്ട്ര ഇന്ന് ബാറ്റിംഗ് പുനരാരംഭിച്ചത്. 20 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡാണ് അതിഥികൾക്കുള്ളത്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഏകദിന പരമ്പരയ്ക്ക് നാളെ പെർത്തിൽ തുടക്കമാകും. ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം കോഹ്ലിയും രോഹിതും ആദ്യമായി ഇറങ്ങുന്ന രാജ്യാന്തര മത്സരമാണിത്. ശുഭ്മൻ ഗിൽ നായകസ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ മത്സരവുമാണ്. ഇന്ത്യയ്ക്ക് ഓസ്ട്രേലിയ അവരുടെ സ്വന്തം മണ്ണിൽ തളയ്ക്കാനാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഉച്ചവാർത്ത സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.